നമസ്കാരം. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതിയുടെ നോട്ടീസ്. മാപ്രകളുടെ ഇന്നത്തെ വാർത്താ വിസ്ഫോടനം. മാത്യു കുഴൽനാടൻ എന്ന ഞങ്ങളുടെ ഹീറോ നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയും ഒപ്പം ആ ഹർജിയിൽ ഉന്നയിച്ച സകലമാന വ്യക്തികൾക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതോടുകൂടി പിണറായി വിജയൻ എന്ന വ്യക്തിയും മകളും ഞങ്ങൾ ഉണ്ടാക്കിയ കഥയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞു എന്നാണ് മാപ്രകൾ അങ്ങ് ആഘോഷിച്ച് തിമിർക്കുന്നത്. ജസ്റ്റ് ഒരു പഴയ ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. വലിയ കാലമൊന്നും പോണ്ട. 2023 ഡിസംബർ 8 ഇതുപോലൊരു വാർത്താ വിസ്ഫോടനം ഉണ്ടായിരുന്നു. കേട്ടെ. നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത്? എന്തായിരിക്കും ഇനി തുടർ നടപടി? ഏറെ പ്രമാദമായ മാസപ്പടി വിവാദത്തിൽ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ച എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് മുഖ്യമന്ത്രി, മകൾ വീണ വിജയൻ, രമേശ് ചെന്നിത്തല, VK കുഞ്ഞാലിക്കുട്ടി എന്നിവരുൾപ്പെടെ 12 പേർക്കെതിരെയാണ് ആക്ഷേപം ഉന്നയിച്ചിരുന്നത്. അതായത് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിലെ രേഖയിലെ കാര്യങ്ങൾ പ്രകാരമാണ് ഇത്തരത്തിൽ കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നത്. ആദ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് ഹർജി നൽകിയത്. എന്നാൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി നൽകിയത്. തുടർന്ന് ഗിരീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നതിനിടെ ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരണപ്പെട്ടു. തുടർന്ന് ഈ കേസ് നിലനിൽക്കുമോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉപദേശം നൽകുന്നതിന് വേണ്ടി ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേസുമായി മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ ഇന്ന് വിധി പറയാൻ മാറ്റിവെച്ചത്. ഹൈക്കോടതി വിധി അനുസരിച്ച് എതിർകക്ഷികളാക്കിയിരിക്കുന്ന എല്ലാവർക്കും നോട്ടീസ് അയക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കേട്ടില്ലേ? എന്താണ്? മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നോട്ടീസ്. മൂവാറ്റുപുഴ വിജിലൻസ് ഹൈക്കോടതി തള്ളിയ ഹർജിയുമായി ബന്ധപ്പെട്ട് ഗിരീഷ് ബാബു എന്ന പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. ഒരു അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി അന്ന് നിയോഗിച്ചു. കാര്യം ഈ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹർജി കൊടുത്ത വ്യക്തി ഹൈക്കോടതിയിൽ ഈ ഹർജിയുമായി വന്നപ്പോൾ ഗിരീഷ് ബാബു എന്ന പൊതുപ്രവർത്തകൻ എന്ന ലേബലിൽ നടക്കുന്ന കോൺഗ്രസ് സംഘപക്ഷത്തിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കാൻ നടക്കുന്ന വ്യക്തി അന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി കൊടുത്തപ്പോൾ അതുപോലെ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. അതിനെ വീണ്ടും റിവ്യൂ ഹർജിയായിട്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയ സന്ദർഭത്തിലാണ് ഈ ഹർജിക്കാരൻ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് അന്ന് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചതിന് ശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു. 2023 ഡിസംബർ 8, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 6 മാസം കഴിഞ്ഞു. പിണറായി വിജയൻ ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ട് തന്നെ ഉണ്ട്. അന്ന് മാപ്രകൾ ഇവിടെ എന്തോ വാർത്താ വിസ്ഫോടനം എന്നുള്ള നിലയ്ക്ക് ഇതിലൊരു നോട്ടീസ് അയച്ച വലിയ സംഭവമാണെന്ന്. കാര്യം ഒരു സ്വാഭാവിക നടപടിയാണെന്ന് അന്നും ഇവർക്ക് മനസ്സിലായില്ല. കാര്യം ഏതെങ്കിലും ഒരു കോടതി തള്ളിയ കേസിൽ റിവ്യൂ ഹർജിയുമായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെയൊക്കെയാണോ ഹർജിക്കാർ അതിൽ എതിർകക്ഷികളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് നോട്ടീസ് അയക്കുന്നത് ഒരു സ്വാഭാവിക പ്രൊസീജിയർ മാത്രമാണ്. ആ ഒരു പ്രൊസീജിയറാണ് ഇന്ന് ഹൈക്കോടതി നടപ്പാക്കിയിരിക്കുന്നത്. ഏതുപോലെ? ഇതുപോലെ. മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, എന്താണ് നോട്ടീസിൽ പറയുന്നത്? നേരത്തെ മാത്യു കുഴൽനാടൻ, കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു പെറ്റീഷൻ. രാഗിൻ, കേൾക്കാമോ? കേൾക്കാം. അതായത് നേരത്തെ മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു പെറ്റീഷൻ നൽകിയിരുന്നു. അതായത് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നൽകിയത്. പക്ഷേ തൽക്കാലം അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടന്ന് കോടതി സ്വീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് റിവിഷൻ ഹർജിയുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ എത്തിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് ഉണ്ട്. CMRL ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഇനി ഇവരുടെ വിശദീകരണവും മറ്റു കാര്യങ്ങളും കോടതി കേൾക്കും. അതിനുശേഷം തുടർ നടപടികൾ കോടതി സ്വീകരിക്കുകയും ചെയ്യും. കേട്ടല്ലോ. ഇതിനിപ്പോ മാത്യു കുഴൽനാടൻ എന്ന മാധ്യമങ്ങളുടെ സിംഗം ഈ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കൊണ്ടുവന്ന് ഇതുപോലൊരു ഹർജി കൊടുത്തപ്പോ ഹർജി ഉണ്ടായിരുന്നു, തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പോ അതില്ലായിരുന്നു. തെളിവില്ലാത്തത് കൊണ്ട് ഈ കുഴലിന്റെ ചെവിക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് കൊണ്ടുപോടാതിന്റെ ഹർജി എന്ന നിലയ്ക്ക് എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് കോടതിയിൽ നിന്ന് ഓടിച്ചതാണ്. അപ്പോ മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ തോറ്റിട്ടില്ല, ഞാൻ തളർന്നിട്ടില്ല എന്ന് കാണാൻ വേണ്ടി അതേ ഹർജി കൊണ്ടുവന്ന് ഒരു റിവ്യൂ കൊടുത്തതിന് ശേഷം ഇന്നിപ്പോ നോട്ടീസ് അയപ്പിച്ചു എന്നതിനപ്പുറം ഈ നോട്ടീസ് അയക്കുക എന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ വാദിക്കാരൻ ഉന്നയിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് അവർക്ക് പറയാനുള്ള കാര്യം കേൾക്കാൻ വേണ്ടിയുള്ള ഒരു സ്വാഭാവിക പ്രൊസീജിയറാണ്. ബേസിക്കലി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹർജി താഴെക്കോടതി അല്ലെങ്കിൽ കീഴ്ക്കോടതി തള്ളിക്കളഞ്ഞൊരു ഹർജിയാണ്.
അതിനെ ഇനിയിപ്പോ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു പരിഗണനയ്ക്ക് വേണ്ടി ഹർജിക്കാരൻ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വാദിഭാഗത്തോടൊപ്പം തന്നെ ആരാണോ ആരോപണ വിധേയർ അവരെയും കൂടി ഭാഗം കേൾക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കുന്നത്. ഈ നോട്ടീസിൽ ഇനിയിപ്പോ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ വീണ വിജയന്റെയോ വക്കീൽ കാര്യം നേരത്തെ വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കിയതുപോലെ വിശദീകരിച്ച് അവർ അവരുടെ മറുപടി കൊടുക്കുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കുഴൽനാടന്റെ ചെവുക്കുറ്റിക്ക് ഹൈക്കോടതി ഒരെണ്ണം കൊടുക്കാൻ പോവാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാര്യം നമ്മൾ എത്ര കേസിൽ കണ്ടതാണ്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ സംഭവമാണെന്നുള്ള നിലയ്ക്കും തുണ്ടുവച്ച് ജയിച്ചു വന്ന മഹാനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മാധ്യമങ്ങൾ എത്ര കഥകൾ ഇറക്കി. ഒരു വ്യക്തി ഗംഭീര കക്ഷിയാണെങ്കിൽ ഒറ്റ കേസ് മതി, 4 എണ്ണം ഒന്നും വേണ്ട. എത്ര തവണയായി. പക്ഷേ അവർ വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കാര്യം മാധ്യമങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ മാപ്രകളുടെ ഉള്ളിലെ ഏക ശത്രു പിണറായി വിജയനാണ്. പിണറായി വിജയനും കുടുംബം ആയതുകൊണ്ടും അവരുടെ ഉള്ളിലെ സംഘപരിവാർ ബോധവും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന എഡിറ്റർമാരുടെ സംഘപരിവാർ ബോധവും ഇതേ മാപ്രകളിലേക്ക് ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം അവരുടെ ശത്രുപക്ഷത്തുള്ള പിണറായി വിജയനെതിരെ ആര് രംഗത്ത് വന്നാലും അവർക്ക് വല്ലാത്ത ഹൈപ്പ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറം നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു ചുക്കുമില്ല. ചുമ്മാ ഈ വാർത്ത അവർക്ക് തള്ളി ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പോ ആ സന്ദർഭങ്ങളിൽ കുറച്ച് ചർച്ചയായിട്ടും കുറച്ച് ലൈവായിട്ടും കുറച്ച് അവരുടെ ഭാവനാ സമ്പന്നമായ കഥകളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഴംപുരാണങ്ങളുടെ കെട്ടഴിക്കാനുള്ള ഒരു അവസരം എന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുമില്ലാത്ത പശ്ചാത്തലത്തിൽ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. വിജിലൻസ് കോടതി ഈ കേസ്, അതായത് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ വളരെ പ്രസക്തമായി ഈ ഹർജി തള്ളിക്കളയുമ്പോൾ ചില നിരീക്ഷണങ്ങൾ പറഞ്ഞിരുന്നു. ആ നിരീക്ഷണങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ ആ നിരീക്ഷണങ്ങളെ ക്രോസ് ചെയ്യുന്ന ഒരു തെളിവും ഇവിടെയും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല. ഹർജി മാത്രമേ ഉള്ളൂ, തെളിവില്ല. എനിക്ക് പേര് മാധ്യമങ്ങളിലൂടെ വന്നാൽ മതിയല്ലോ, അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല. അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. 2023 ഡിസംബർ 8 സംഭവിച്ച അതേ സംഭവവികാസം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ചുമ്മാ കോടതികൾ തോറും ഹർജിയായിട്ട് നടക്കുന്നവർക്ക് ഈ ഹർജി ഒന്ന് എന്താണ് സംഭവം എന്നറിയാൻ കോടതി വാദിയുടെയും ആരോപണ വിധേയരുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോട്ടീസ് അയക്കുന്നത് എല്ലാ കേസിലുമുള്ള പ്രൊസീജിയറാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിണറായി വിജയൻ ഇപ്പൊ വീഴുമെന്നൊക്കെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വീണ്ടും ചില സംഘികൾക്കും കോൺഗ്രസ്സുകാർക്കൊക്കെ പ്രതീക്ഷ വാരിക്കോരി കൊടുക്കാൻ ഒരു അവസരം എന്നതിനപ്പുറം ഈ ഒരു സംഭവം ഒരു ചുക്കുമില്ല. മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന് കേസില്ലാതെ വായി നോക്കി നടക്കുന്നുണ്ട്. ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ ഹർജികൾ കൊണ്ട് കൊടുത്ത് തന്റെ പേര് ഏതെങ്കിലും മാധ്യമങ്ങളിലെങ്കിലും അച്ചടിച്ച് വരട്ടെ എന്നുള്ള ഒറ്റ ദുശ്ചിന്തയുടെ പുറത്ത് ചെയ്ത കാര്യത്തിനപ്പുറം ഒരു ചുക്കുമില്ലെന്ന് വീണ്ടും സ്പഷ്ടമായും ആധികാരികമായും ഉറപ്പിച്ചു തന്നെ പറയുകയാണ്.